കുറേ പേര് കുറേ പേര് റിവ്യൂ എഴുതി കഴിഞ്ഞപ്പോൾ കുറേ പേര് ചോദിച്ചു വീണ്ടും. PG കഴിഞ്ഞ് അവള് വീടിന് പോയി, അവളുടെ കാര്യത്തിലേക്ക് പോയി, അവൾക്ക് ഇനി സഹായം വേണ്ട. വീണ്ടും ചോദിക്കുമ്പം എനിക്ക് പുസ്തകം കൊടുക്കണം, പക്ഷെ അതിൻ്റെ വരുമാനം എനിക്ക് വേണ്ട. കാരണം ഞാൻ പുസ്തകം വിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല. അത് പുസ്തകം എന്നുള്ള അക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ദൈവതുല്യമാണ്. അത് പകർന്നു കൊടുക്കേണ്ടതാണ്. ഞാനൊരു ടീച്ചർ കൂടിയാണല്ലോ. അപ്പോൾ ഞാൻ നമ്മുടെ ചാനൽ ടീമിനോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ കയ്യിൽ നിന്ന് എടുത്ത് പ്രിൻറ്റ് ചെയ്യുക, കുറച്ചും കൂടെ കോപ്പി പ്രിൻറ്റ് ചെയ്യുക, എന്നിട്ട് അത് ആവശ്യക്കാർക്ക് കൊടുക്കുക. അതിൽ നിന്നുള്ള വരുമാനം അറ്റ്ലീസ്റ്റ് ഇത്തവണ ചിലവെങ്കിലും നിങ്ങൾ എടുക്കണം. കാരണം എന്താണെന്നറിയോ, നമ്മൾ ചാനലിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്പെൻസ് ചാനലിൽ നിന്നാണ് എടുക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ ഒരു സാലറി സിസ്റ്റം അല്ല ചാനലിൽ കിട്ടുന്നത്. ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ വീതിച്ചെടുക്കുക, ഞാൻ മാത്രം ഒന്നും വീതിച്ച് ആ ഒരു സംഭവമാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു എക്സ്പെൻസും കൂടെ അവർക്ക് ഒരു ഇൻകം. അപ്പോൾ പറഞ്ഞ ഇപ്രാവശ്യത്തെ ചിലവ് നിങ്ങൾ എടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ എക്സ്പെൻസ് കുറഞ്ഞിട്ട് നമ്മൾ പുസ്തകത്തിന് ഒരു വിലയിട്ടു. തീർച്ചയായിട്ടും ഒരു 3 വർഷത്തിന് ശേഷം പ്രിൻറ്റിങ് കോസ്റ്റൊക്കെ കൂടി അങ്ങനെ ഒരു വിലയിട്ടു. രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് അയക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് ഞാൻ ചാനൽ പറഞ്ഞു, ഇതിൽ നിന്ന് കിട്ടുന്ന ഓരോ രൂപയും നമ്മൾ ഏതെങ്കിലും ഒരു പൊതുക്കാര്യത്തിന് ഉപയോഗിക്കും. അതായത് പേഴ്സണലായിട്ടുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്യില്ല ചാനലിൽ, അത് നമ്മുടെ തീരുമാനമാണ്. ഏതെങ്കിലും ഒരു ഓർഫനേജിലെ ആളുകൾക്ക്, അതായത് സർക്കാർ നിയന്ത്രിതമായിട്ടുള്ള ഓർഫനേജുകൾ, നമ്മൾ എന്ത് സഹായം അങ്ങനെ ചെയ്യുള്ളൂ. ട്രസ്റ്റിന് ചെയ്യില്ല. അങ്ങനെയുള്ള ഏതെങ്കിലും ഓർഫനേജുകളിലോ കുഞ്ഞുങ്ങളുടെ അനാഥശാലകളിലോ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലോ നമുക്ക് ഇതിൻ്റെ മൊത്തം ഇൻകം കൊടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കുട്ടിയെ നമുക്ക് ദത്തെടുക്കാം. ഇതിനു മുമ്പ് എൻ്റെ മകൻ ജനിച്ചപ്പോൾ ഞാനൊരു കുഞ്ഞിനെ ദത്തെടുത്തിരുന്നു. SOS എന്ന് രജനീഷ് കേട്ടിട്ടുണ്ടാവും. SOSലെ ഒരാളെ ദത്തെടുത്തിരുന്നു, സർക്കാരിൻ്റെ പരിപാടി. യെസ്, അതെ. എന്നിട്ട് അവൻ്റെ 18 വയസ്സ് വരെ നമ്മൾ അവൻ്റെ സ്പോൺസർഷിപ്പ് നോക്കിയിരുന്നു. അതിനുശേഷം മോളുണ്ടായപ്പോഴും ഒരാളെ ദത്തെടുത്തിരുന്നു. പക്ഷെ മോളുണ്ടായപ്പോൾ എടുത്ത കുറച്ച് വലിയ കുട്ടിയായിരുന്നു. അവൾക്ക് BBSന് അഡ്മിഷൻ കിട്ടി. പിന്നെ നമ്മൾ അപ്പോൾ ഇനി അത് വേണ്ട എന്നുള്ളൊരു തീരുമാനം വരുന്നതല്ല. പക്ഷെ ഈ ഒരു എമൗണ്ട് ആർക്കെങ്കിലും കൊടുക്കണമെന്ന് നമ്മൾ കരുതുകയുള്ളൂ. അപ്പം നോർമലി നമ്മുടെ ചാനലിൻ്റെ ചിലവ് കഴിഞ്ഞിട്ടുള്ള വരുമാനം മൊത്തം ഇങ്ങനെയുള്ള ഓർഫനേജിലാണ് പോകുന്നത്. അപ്പോൾ ഇത് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. സോ ഞാൻ എന്ത് ചെയ്തു, പുസ്തകം വളരെ കുറച്ച് ചോദിച്ചവർക്ക് മാത്രം കൊടുത്തു. എനിക്കൊന്നും ഒരു 50 കോപ്പിയെ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ഇത് വിറ്റിട്ട് സഹായിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് മാറ്റി. വിറ്റില്ലെങ്കിലും അതിനു മുമ്പ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ, വിറ്റാൽ കിട്ടുന്ന തുക മൊത്തമായിട്ടും എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പുതിയതായിട്ടൊരു പെൺകുട്ടീനെ നമ്മളിപ്പോൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഫാമിലിയോട് പോലും പറഞ്ഞിട്ടില്ല. ഇത് ആദ്യമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് രജനീഷിനോടാണ്. ആക്ച്വലി ഇത് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷെ ഇങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ തോന്നുവാണെങ്കിൽ ഇങ്ങനെയും കുറേ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു SOS എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു അനാഥശാലയുടെ സെറ്റപ്പ് അല്ല. ഒരു വീട്, അവിടെ ഒരു അമ്മ, കുറേ കുട്ടികൾ. അപ്പം നമ്മളൊരാളെ അഡോപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സർക്കാരിനൊരു ഫീസ് ഉണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇത്തവണ ഒരു 30,000 ആണ് ഫീസ്. അതടച്ച ഒരു വർഷത്തേക്കുള്ളൊരു ഫീസായി. ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് നേരത്തെ ഇല്ല, ഇപ്പോഴും ഇല്ല. മകൻ്റെ പ്രായത്തിലുള്ള ഒരാളെ നമ്മൾ അഡോപ്റ്റ് ചെയ്തപ്പം മകൻ ഇവിടെ എന്തു മേടിക്കുന്നോ അതേ സാധനം നമ്മൾ ആ മകനും മേടിച്ചിരുന്നു. അവൻ എന്നെ അമ്മയെന്നാണ് വിളിച്ചിരുന്നത്. പക്ഷെ അതിലും തീർന്നില്ല. 17 പേരുള്ള ഒരു കുടുംബത്തിലേക്കാണ് നമ്മൾ എന്ത് കൊണ്ടുപോകേണ്ടത് ഈ സമ്മാനം. അത് ബുക്കാണെങ്കിലും ഡ്രസ്സാണെങ്കിലും മധുര പലഹാരങ്ങളാണെങ്കിലും അല്ലേ, അവർക്കൊക്കെ സ്പോൺസേഴ്സ് ഉണ്ടാവും, ഇല്ലാതിരിക്കും. പക്ഷെ അവരാരും നേരിട്ട് ചെല്ലുന്നില്ല. ഞാൻ നേരിട്ട് ചെല്ലുകയാണ്. എന്ത് ചെയ്താണെങ്കിലും മൊത്തം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ എനിക്ക് അതിൽ സന്തോഷമുണ്ട് കേട്ടോ. എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തു എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ട്. ഇന്നിപ്പോൾ ഈ ലോകത്തുനിന്ന് വിട്ടുപോയാൽ പോലും ഐ എം വെരി ഹാപ്പി. ഇപ്പൊ ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അല്ലേ, എപ്പോഴും ചിരിച്ചുകൊണ്ടല്ലേ. ചോദിച്ചോട്ടെ, എന്നോടുള്ള അടിയൊക്കെ തീർന്നോ? അത് നിങ്ങൾ പറ, ഞാൻ എങ്ങനെയാണ് അടി കൂടാതിരിക്കുക? ഇത്രയേ ഉള്ളൂ. നമ്മൾ 1 മണിക്കൂർ സംസാരിച്ചു അല്ലേ. സംസാരിച്ചത് പറഞ്ഞ എനിക്കറിയാം, കേട്ട രജനീഷിനറിയാം. 100% സത്യസന്ധമായിട്ടാണ്. പല കാര്യങ്ങളും അന്ന് വരെ ആർക്കും അറിയാത്ത, കേൾക്കാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാനിതൊന്നും എവിടെയും തുറന്ന് പറഞ്ഞിട്ടില്ല. ആകെ ജോഷിലേ പറഞ്ഞിട്ടുള്ളൂ, അതും പകുതിയേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ രജനീഷിനൊരു കഴിവുണ്ട്. എന്താണ്, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ഹൃദയത്തിന്റെ അടിയിൽ നിന്ന് വരെ മാന്തി തോണ്ടിയെടുത്തു. ഈ സെന്റൻസ് തെറ്റാണ്, ഇത് ഞാൻ അംഗീകരിക്കില്ല. ഇത് സത്യമാണ്. കാരണം ഇല്ല, ഇത് സത്യമാണ്. കാരണം എന്നെ കുറിച്ച് ഇങ്ങനെ കുറച്ച് എല്ലാവർക്കും അറിയാമെന്നല്ലാതെ എൻ്റെ ഒരു പാസ്റ്റോ എൻ്റെ ഒരു റിയൽ ലൈഫോ ശരിക്കും ഈ ലോകത്തിന് മുമ്പിൽ കൊണ്ടുവന്നത് രജനീഷാണ്. അത് രജനീഷ് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത് വരെ പറയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പക്ഷെ ആ വീഡിയോ ഒരു മണിക്കൂറിൻ്റെ ആ ഒരു വീഡിയോ ഭയങ്കര രസമായിട്ട് രജനീഷ് ചെയ്തു. കാരണം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ റെസ്പെക്ട് ചെയ്യാനും സ്നേഹിക്കാനും രജനീഷിനെ പോലെ ഒരാൾക്ക് അതെ, സത്യമാണ്. നമ്മളിപ്പോഴും ശത്രുക്കളാണല്ലോ. പക്ഷെ ആ വീഡിയോ 1 മണിക്കൂർ കണ്ട ആർക്കും ഒരു പ്രശ്നവും ഇല്ല.
നിങ്ങൾ ഓരോ മിനിറ്റിൻ്റെ റീല് കട്ട് ചെയ്തു. ഞാൻ മതപരമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് മൊത്തം കണ്ടവർക്ക് പ്രശ്നമില്ല, പക്ഷെ റീല് കണ്ടവർക്ക് അത് അവരെ പറഞ്ഞതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നമായി. നമുക്ക് പള്ളിയിൽ നിന്നൊക്കെ ഭയങ്കര ഇഷ്യൂ ആയി. ആ വീഡിയോ കളയണം, ഞാൻ പരസ്യമായി മാപ്പ് പറയണം, എന്താ പറയുക, വധഭീഷണി വരെ വന്നു. ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം എൻ്റെ ഗർഭവും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ പറഞ്ഞത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്, അല്ലേ? ഞാൻ എൻ്റെ ഒരു കുഞ്ഞിന് വേണ്ടി ഞാൻ സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. വേറൊരാളത് ചെയ്യണമെന്നോ അനുകരിക്കണമെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല, ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ആരോഗ്യവും എൻ്റെ സാമ്പത്തിക സ്ഥിതിയും എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ടും അനുസരിച്ച് മാത്രമാണ് ചെയ്തത്. പക്ഷെ അതിനെ ഗ്ലോറിഫൈ ചെയ്തു എന്നാണ് വിമർശകർ പറഞ്ഞത്. ഒരിക്കലുമില്ല. താങ്കൾക്ക് അത് തോന്നിയോ? ഇല്ല, അത് പക്ഷെ ഒരാളുടെ അനുഭവം പറയുന്നതാണ്. പക്ഷെ അത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ അത് ഓരോ തവണയും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊരു കുഞ്ഞിന് വേണ്ടി ശ്രമിക്കുമ്പോൾ 8-9 മാസം ആകുമ്പോൾ ആ കുഞ്ഞ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പം തീർച്ചയായിട്ടും അമ്മയാവാനുള്ള ആഗ്രഹം ഒരു സ്ത്രീയുടെ ജന്മാവകാശമാണ്. അത് പാടില്ല എന്ന് പറയാൻ ആർക്കാണ് റൈറ്റ്? അതല്ല, അതിൽ വിമർശനം പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇതിങ്ങനെ പ്രേരിപ്പിക്കപ്പെടുമ്പോൾ ഒരിക്കലും ഞാൻ പ്രേരിപ്പിച്ചിട്ടില്ല. ഞാൻ വ്യക്തമായിട്ട് ആ വീഡിയോ അവസാനം എന്ത് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചിട്ടുള്ളത് ഓർമ്മയുണ്ടോ? ഇത് എൻ്റെ ആരോഗ്യസ്ഥിതി, എൻ്റെ സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി, എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ട്, മെഡിക്കൽ സപ്പോർട്ട് ഇത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനിത് ചെയ്തത്. എനിക്ക് ജീവനോടെ പുറത്തു വരാൻ പറ്റും, എനിക്കൊരു കുഞ്ഞിനെ കിട്ടും എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. അത് എൻ്റെ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ഇതിന് ട്രൈ ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു. അന്നമ്മയുടെ ഒരു വാശിയും കൂടെ അതിനകത്തുണ്ടായിരുന്നു. ചില വാശികൾ നമ്മൾ അംഗീകരിക്കുമ്പോഴും വാശിയും ആഗ്രഹവും രണ്ടും കൂടെ ചേർന്നാൽ അത് വാശി മാത്രമായിട്ട് ചിത്രീകരിച്ചതാണ് പ്രശ്നം. ഈ സ്ത്രീ എന്തിനിത് ചെയ്തു? അതായത് പ്രശ്നം എന്താണെന്നറിയോ? ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് മദർ ഇൻ ലോസ്, അമ്മായിമ്മമാര് മരുമക്കളെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. ആ സ്ത്രീ ഇത്രയും ചെയ്തില്ലേ, പിന്നെ നിനക്ക് എന്താണ് ചെയ്യാനില്ല? എൻ്റെ മാനസികവും ശാരീരികവും സാമ്പത്തികമായിട്ടുള്ള അവസ്ഥയായിരിക്കില്ല ആ പെൺകുട്ടിക്ക്. അവള് ടോർച്ചർ ചെയ്യപ്പെടുകയാണ്. സ്വാഭാവികമായിട്ടും അവള് വന്ന് ഇതിന്റെ താഴെ കമന്റ് ഇടുന്നത് എന്താണ്? ഇവര് കാരണം ഞാൻ പീഡനം അനുഭവിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കമന്റ് വന്നതും അതിനാണ്. നോർമലി നമ്മുടെ ചാനലിൽ 3 സോഷ്യൽ മീഡിയയിലും കൂടെ നമുക്കൊരു 1 മില്യൺ ഫോളോവേഴ്സ് ഏകദേശം ഉണ്ട്. വരുന്ന ഓരോ കമന്റിനും പേഴ്സണലായിട്ട് ഞാനാണ് മറുപടി കൊടുക്കുക. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് രജനീഷിനെങ്കിലും അറിയാം, അല്ലേ? ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് എനിക്കറിയാം. വ്യക്തിപരമായിട്ട് എങ്ങനെ നമുക്ക് പരമാവധി നമ്മുടെ പണികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു 100-200 കമന്റിന് നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു ദിവസം വരുന്ന 1000+ കമന്റ്സ് ആണ്. അപ്പൊ എല്ലാ ദിവസവും ഇത് പെൻഡിങ് ആണ്. അടുത്ത ദിവസം അടുത്ത വീഡിയോ വരെയാണ്. 2 വർഷം മുമ്പുള്ള കമന്റ് വരെ ഇപ്പോഴും പെൻഡിങ് ആണ്. പക്ഷെ ഇപ്പോഴും 2 വർഷത്തിന് മുമ്പിലുള്ള വീഡിയോയ്ക്ക് ഞാൻ ഇപ്പോഴും ആ കമന്റിന് മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഒരാഴ്ചത്തെ എൻ്റെ എല്ലാ പണിയും മാറ്റി വെച്ച് ഇതിന് ഞാൻ എല്ലാത്തിനും ഞാൻ കറക്റ്റായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഒരാഴ്ച വരെ നമ്മൾ മറുപടി കൊടുത്തു. എത്ര കമന്റിനാ മറുപടി കൊടുക്കുക? അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷനിലൂടെ കടന്നു വന്നപ്പോഴും അന്നമ്മ എന്ത് ചെയ്തിട്ടേ ഉള്ളൂ? ചിരിച്ചിട്ടേ ഉള്ളൂ. കരയാൻ ആഗ്രഹിച്ചിട്ടില്ല. കാര്യം എന്താണെന്നറിയോ? നമ്മൾ നമ്മുടെ സങ്കടവും നമ്മുടെ കണ്ണുനീരും നമ്മൾ ചിരിയിലൂടെ മറയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്.